വിഷപ്പേടിയിലും വിലയിൽ മാറ്റമില്ലാതെ അരളിപ്പൂ. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനത്തിൽ കുറവുണ്ടായെന്നല്ലാതെ ആവശ്യക്കാർക്ക് കുറവില്ലെന്നാണ് പുഷ്പ വ്യാപാരികൾ പറയുന്നത്. അരളിപ്പൂവ് കഴിച്ചുള്ള ആലപ്പുഴ സ്വദേശിനിയുടെ മരണം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പിന്നാലെയാണ് അരളി വിഷപ്പേടി സംസ്ഥാനത്ത് സംജാതമായത്. കേരളത്തിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള പുഷ്പങ്ങളിലൊന്നാണ് അരളി. അതിനാൽ തന്നെ അരളി വിഷത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പൂവിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ധാരണയും പരന്നിരുന്നു. എന്നാൽ വിഷപ്പേടിയിലും വിപണിയിൽ അരളിപ്പൂവിന്റെ വിലയ്ക്കും ഡിമാൻഡിനും ഒരു കുറവുമില്ല. കൊടുംചൂട് ഉൽപാദനത്തിൽ കുറവുണ്ടാക്കിയെന്നല്ലാതെ ആവശ്യക്കാർക്ക് കുറവില്ലെന്നാണ് പുഷ്പ വ്യാപാരികളുടെ പക്ഷം. ഇപ്പം അരളിപ്പൂവിൻ്റെ ഈ ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് എല്ലാവരും അരളി എന്നുള്ള ഇത് പറയുന്നത്. പക്ഷേ സംഭവം അരളിക്ക് പഴയതിൽ നിന്നും ഇപ്പം ചിലവ് കൂടുതലാണ്. എന്നുവെച്ചാൽ ഈ ഉത്സവ സീസണൊക്കെ ആയതിനെക്കൊണ്ട് എല്ലാവരും ഈ വില കുറഞ്ഞ ഐറ്റങ്ങളാണ് കൂടുതലും വാങ്ങുന്നത്. അന്നേരം അരളിപ്പൂ ഈ ശിവനരളി എന്നാണ് അതിനെ അറിയപ്പെടുന്നത് തന്നെ. അന്നേരം ശിവനമ്പലങ്ങളിലേക്കൊക്കെ എല്ലാം ഒരു അത് വാങ്ങും. അതാണ് മെയിനായിട്ട് ഈ അരളി ഏറ്റവും കൂടുതൽ ചിലവാകുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ട് മുതൽക്കേ എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഈ അരളി വിപണിയിലുള്ളതാണ്. കൊല്ലം നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം അരളിപ്പൂവ് സാധാരണ നിലയിൽ തന്നെ വിറ്റുപോകുന്നുണ്ട്. പുതിയ സംഭവവികാസങ്ങൾ ഓണവിപണിയെ ബാധിക്കാനുള്ള സാധ്യതയും കച്ചവടക്കാർ മുൻകൂട്ടി കാണുന്നു. ഒപ്പം അരളി ആഹാര സാധനമല്ലെന്ന ഓർമ്മപ്പെടുത്തലും. ഇത് സാധാരണയായിട്ട് നമ്മൾ പൂക്കൾ പൂജകൾക്കും മറ്റ് മാല കെട്ടാനും ഒക്കെയാണ് ഈ അരളിപ്പൂ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ആഹാര സാധനമല്ല. ഏത് തരത്തിലാണ് ഇത് ഈ മരിച്ച കുട്ടിയെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇത്രയും കാലത്തിനാകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞ് അരളിപ്പൂ കച്ചവടത്തിനൊന്നും ഇതുവരെ വലിയ ഷോർട്ടേജ് ഒന്നും വന്നില്ല. സാധാരണ ലെവലിൽ എല്ലാ ദിവസം വരുന്ന അതേ സാധനം ഇപ്പോഴും കച്ചവടം ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അരളി കഴിഞ്ഞാൽ വില കയറി നിൽക്കുന്നത് ബന്ദിപ്പൂവിനാണ്. 60 രൂപയ്ക്ക് വിറ്റിരുന്ന ബന്ദിപ്പൂവിനിപ്പോൾ 130 രൂപയും അതിന് മുകളിലും വിലയുണ്ട്. സീസൺ ആയതിനാൽ മുല്ലപ്പൂ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നു. 400 മുതൽ 500 രൂപ വരെയാണ് മുല്ലയുടെ വില. ജനം, കൊല്ലം.